ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ നിറച്ചത് തയ്യാറാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ഗ്രേവിയോട് കൂടിയ ഒരു ചിക്കൻ നിറച്ചതാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അല്പം വ്യത്യസ്തമായിട്ടാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഒരു ബൗളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, 1 ടീസ്പൂൺ വിനെഗർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് എന്നിവ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഫുൾ ചിക്കൻ എടുക്കാം. ചിക്കൻ ഒന്ന് നമുക്ക് ഈ മസാലയിൽ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ ഉൾവശവും പുറം ഭാഗവും നല്ലവണ്ണം മസാല തേച്ച് പിടിപ്പിക്കണം. ചിക്കനിൽ നമുക്ക് കത്തി കൊണ്ട് വരയിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിങ്ങനെ മസാല കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നല്ലവണ്ണം കവർ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഫ്രീസറിൽ നമുക്കൊരു 4 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിതിന് വേണ്ട സ്റ്റഫിംഗ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ് എന്നിവ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള നല്ല ട്രാൻസ്പാരന്റ് ആയി വരുന്നത് നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം സവാള. ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് പേസ്റ്റ് ആക്കിയതാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ച മണം മാറിക്കിട്ടുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ട സ്റ്റഫിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് 2 മുട്ട പുഴുങ്ങി ഒന്ന് മാറ്റി വെക്കണം. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു മുട്ട വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിംഗ് ആഡ് ചെയ്യാം. 1-2 ടേബിൾ സ്പൂൺ പ്രിപ്പയർഡ് മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു മുട്ട വെക്കാം. വീണ്ടും മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 2 കാലും കൂട്ടിക്കെട്ടി സ്റ്റഫിംഗ് പുറത്ത് വരാത്ത രീതിയിലൊന്ന് തുന്നിക്കെട്ടണം. ഇതുപോലെയാണ് തുന്നിയെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമുക്ക് ഓയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ്റെ എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത സൈഡും കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കണം. പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ വശവും ഒരുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്ക് ഗ്രേവി തയ്യാറാക്കിയെടുക്കാം.
അതിനു വേണ്ടി നമുക്ക് ചുവട് വിസ്താരമുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിലേക്ക് നമുക്കൊരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നല്ല ട്രാൻസ്പാരൻ്റ് ആയി കിട്ടുന്നവരെ വഴറ്റിയെടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതും കൂടി നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കണം. 2 കപ്പ് 2ാം പാലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഹോൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വേവിച്ചെടുക്കണം. 2 വശവും നമുക്ക് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ തിളക്കാൻ അനുവദിക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ പാടില്ല. നല്ലവണ്ണം ഒന്ന് ചൂടായാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിൽ നിന്ന് ഗ്രേവി എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി സ്റ്റഫ്ഡ് ചിക്കൻ വിത്ത് കോക്കനട്ട് മിൽക്ക് ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ കുബൂസിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. താങ്ക് യു.